മോനക്ക എന്നെ കാണണം എന്ന് പറഞ്ഞേക്കാണ്ട് വിളിച്ചിരുന്നു രാവിലെ. ഞങ്ങളുടെ ബേജാറായിക്കാണ്ട് നമ്മളൊക്കെ പണ്ടാണ് തീരുമാനിച്ചത്. ഇവന്റെ 3-ാം തീയതി നമ്മളെ കല്യാണം. ഞാന് കൂട്ടിയെ കൂടില്ല. നമ്മളാ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞതല്ലോ. എന്തെങ്കിലും ആയപ്പോ എന്തെങ്കിലും ആയെങ്കിലും ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ. ഓല് 2 പവൻ മാറി തരുന്നതാണ്. ഒരു 20 പവൻ കൊടുക്കേണ്ട ആളാണിപ്പോ നാട്ടുകാർക്കനുസരിച്ച്. ഒരു 5-8 പവനെങ്കിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതുപോലെ വൈദ്യം ഉണ്ടാവും. ഒന്ന് നോക്കോ ആ ഒറ്റത്തറമത്തെ സ്ഥലത്തിന്റെ കാര്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അത് മോനൊക്കെ ഞാൻ 2 ടീമിനോട് പറഞ്ഞു. സ്ഥലമൊക്കെ നല്ല സ്ഥലം തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ ഒന്നും പൈസ ഓരോരോ വിഷയങ്ങളായിട്ട് ഒക്കൂലെന്ന് പറഞ്ഞു. ആ സ്ഥലം തന്നെ അത് 10 തൈല ഒരു 9.25 എന്തോ ഉള്ളൂ. അത് എന്നാളിപ്പോ അളവ് നോക്കുമ്പോഴേ കുറച്ച് കമ്മിയാണ്. അതിൻ്റെ ഇപ്പം നമ്മൾക്കൊണ്ട് മാർഗമുള്ളൂ. അതെന്തെങ്കിലും ചെയ്യാതെ നമ്മളെ കൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ചെയ്യേ എന്തെങ്കിലും ഇപ്പോൾ കുറച്ച് സംഖ്യ കുറഞ്ഞാലും വേണ്ടിയില്ല. എന്തെങ്കിലും ചെയ്തിട്ട് ഇന്നൊന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. പറ്റ ഇടങ്ങാറായതുകൊണ്ടാണ്. മനൊക്കെ നമ്മളൊരാള് മിഞ്ഞാന്ന് വന്നേക്കണു. അപ്പൊ ഞാനെന്നാ ഓനൊന്ന് കൊണ്ടേക്കാണ്ട് കാണിച്ചു കൊടുത്താട്ടെ. എന്നിട്ട് ഞാന് ഓന് പറ്റുന്നുണ്ടെങ്കിൽ ഓനായിട്ട് ഇന്നങ്ങോട്ട് വരാം കേട്ടോ. ഞാൻ പല്ല കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്കാട് വരികയായിരുന്നു. അതിനാണ് ഇപ്പം വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഞാൻ ഇപ്പോൾ വന്നത് എന്താ വെച്ചാലേ ഒറ്റത്തറമുണ്ട് നമുക്ക് കുറച്ച് സ്ഥലം കൊടുക്കാൻ. അന്ന് ചെന്നോളം എന്നോട് പറഞ്ഞിരുന്നല്ലോ തിരക്ക് പറ്റിയ സ്ഥലം ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ നമ്പർ ഉണ്ടെങ്കിൽ പറയേണ്ടിയിരുന്നു. ഒരു 10 സെൻറ്റിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം ഉണ്ട് അവിടെ കൊടുക്കാൻ. എനിക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് പോയി നോക്കിയിരുന്നു. ഒറ്റത്തറമല്ലേ എന്നാ വണ്ടിമേ കയറാൻ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ശരി, ഇതാണ് സ്ഥലം. അപ്പോൾ ആ ഗുണവും ആ തേക്കും കുറ്റിക്കുണ്ട്. അതിലങ്ങനെ പോയിട്ട് ആ വായക്കും അതിലങ്ങനെ വന്നാൽ മുച്ചില്ല. അതത്ര ഉള്ളൂ. 9.25 ഇത്ര ഉണ്ടാവുള്ളൂ. ആ പറ്റുന്നുണ്ട് നോക്കിക്കോ. എന്താ വെച്ചാൽ റോഡിൻ്റെ വക്കിനാണ്. റോട്ടുമ്പോൾ പറഞ്ഞാണ്ട് കാലെടുത്ത് വെക്കേണ്ട ഈ സ്ഥലത്തേക്കാണ്. ഇറക്ക് പറ്റും. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നോക്കാം. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാണ് മൂപ്പരായിട്ട് പോയിട്ട് നമുക്കിപ്പോൾ സംസാരിച്ച് എന്താ വെച്ചാൽ ചെയ്യാം. ഇവിടുത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊക്കെ അറിയണ്ടാണല്ലോ. 1 ഉറുപ്പ്യൊക്കെ മാർക്കറ്റാണ്. എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ നമുക്ക് അയാളോട് ചോദിച്ചു നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആളെ. അപ്പോൾ ഞാനത് കൊണ്ടേ കാണിച്ചു കൊടുത്തുകൊണ്ട് മൂപ്പർക്ക് പറ്റിയൊക്കെ ചെയ്തേക്കണു. ഒരു പാകത്തിന് എങ്ങനെ വെച്ചാൽ മൂപ്പർക്ക് കൊടുത്താളി. അത് അപ്പം കുടുക്കോണ്ട് കൊടുക്കുകയാണ്. അപ്പം അത് ഇപ്പം ഈ കല്യാണപ്പോൾ വളരെ അടുത്താണ്. ഈ കുറഞ്ഞ ദിവസമുള്ളൂ പേര്. അതുകൊണ്ടാണ് ഇപ്പം കൊടുക്കുന്നത്. എനിക്ക് അതിൻ്റെ ആധാരം ഒന്ന് കാണാൻ പറ്റുമോ? ആധാരം നിങ്ങളെ കയ്യിലുണ്ടോ? ഒന്ന് കണ്ടാൽ നമുക്ക് ഒന്ന് നോക്കായിരുന്നു. ആധാരം ഉണ്ടല്ലോ. എപ്പോൾ കാണിച്ചു തരാം. എന്നാ ശരി, അത് നോക്കാം കേട്ടോ. ജീവേ ഇതൊന്ന് ഇവിടെ വന്നോ. മുജീബേ, ആ ആധാരത്തിലടാ ചെറിയൊരു പ്രശ്നം കണ്ടല്ലോ. അതിപ്പോൾ നടക്കേണ്ട ലക്ഷണമില്ല. അതിപ്പോൾ ഒരുപാട് വർക്കായിമുണ്ട്. ഇപ്പോൾ പെട്ടെന്നൊന്നും ഇപ്പോൾ അത് നമ്മളെടുത്തിട്ട് രജിസ്ട്രേഷൻ നടക്കില്ല. ഒരുപാട് വിഷയങ്ങൾ ഞാൻ നോക്കിയിട്ട് ആധാരത്തിൽ കാണുന്നുണ്ട്. അത് പട്ടയം അടിച്ചിട്ടൊന്നുമില്ല. എന്താണ് എൻ്റെ വിഷയം നമ്മൾ നോക്കിയാൽ തന്നെ അറിയുള്ളൂ. പെട്ടെന്നൊന്നും നടക്കില്ല. ഞാൻ മൂപ്പരോട് സംസാരിച്ചാട്ടോ. അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വലിയൊരു ചൊറാവുമല്ലോ അപ്പോൾ അത്.
മൂപ്പർക്ക് വെച്ചപ്പോൾ 3-ാം തീയതി പരിപാടിയാണ്. എന്താ ചെയ്യാവോ എനിക്കറിയില്ല. ഞാൻ ഏതായാലും ഒന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. എന്നുവെച്ച് വെക്കോ കേട്ടോ. നടക്കേണ്ട ഒരു ലക്ഷണമില്ല കേട്ടോ. കാരണം വെച്ചാൽ ആ പേപ്പർ വർക്ക് കുറേ എടുക്കാണ്ട് എന്തൊക്കെയാ ചോറ പറഞ്ഞു. എന്തായാലും ശരി 8 മാസം പിടിക്കുന്നതാണോ. നമുക്ക് 8 മാസത്തിൽ പനി കാത്തിക്കാനൊന്നും കഴിയില്ലോ. നമ്മൾക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് നോക്കേണ്ടി വരും. ഇതൊന്നും ആകെ കച്ചത്തുരുപ്പ്. ഞാനിപ്പോ എന്താ ചെയ്യാ? 3-ാമത്തെ കാലത്ത് ഞാൻ എന്താ ചെയ്യാൻ സമാധാനം പറയല്ലോ. അല്ല അഞ്ചൊക്കെ വല്ല എടുക്കാണ്ടാവോ? ഇന്ത്യയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലേ ഞാനിപ്പോ ഓരോ കൊടുന്ന് കാണിച്ചു കൊടുക്കാനൊന്നും നിൽക്കൂലേന്നു. ആദ്യം തന്നെ നമുക്ക് എടുത്ത് തരും. എന്റെ ഇപ്പത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ. എന്താ ചെയ്യാൻ നമുക്ക് വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് പരിഹാരം ഉണ്ടാവും കേട്ടോ. അതിലാക്കൂല കേട്ടോ. ഓരോക്ക ഞാനിട്ട് ഇറങ്ങുകയാണ്. എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമോ എന്നൊക്കെ ഞാൻ നോക്കാം കേട്ടോ. വിഷമിക്കണ്ട. ഹലോ അരെ മാമാക്ക. അത് സ്ഥലത്തിൻ്റെ ഒക്കെ എന്തൊക്കെ കച്ചവടമൊക്കെ പറഞ്ഞിരുന്നു. അത് നടന്നിട്ടില്ല. അത് സംഭവം നടന്നിട്ടില്ല. അത് വിചാരിച്ച മാർക്കായിട്ടില്ല. ഒരു കച്ചവടം നടന്ന മട്ടായിരുന്നു. അത് ഞാൻ പറയില്ല. മോനാക്കാനോട് ഞാനത് പറയില്ല. എന്താ വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും വിട്ടിക്കാട് പറഞ്ഞാളേ. എന്താ വെച്ച് പറയാൻ പറ്റൂല അയാളോട്. കേട്ടോ. അതായിരിക്കും നന്നാവുക. എന്താ വെച്ചാൽ 3-ാം തീയതിക്കൊക്കെ നിങ്ങൾ പറഞ്ഞ മാതിരിക്കുള്ളതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ 10 വാനം എന്ന് പറഞ്ഞിട്ട് കാര്യം അയാളത്തിപ്പോൾ ₹1 കയ്യിലില്ലാതൊക്കെ നേരാ. അസ്സലാമലൈക്കും. വലൈക്കുസ്സലാം. ആ കാക്ക പിന്നെ സർത്താനൊക്കെ സുഖല്ലേ? ആരെങ്ങള്? ഞാൻ നമ്മളെ മമ്മാക്ക പറഞ്ഞിട്ട് പറഞ്ഞാണ്. അവരൊരു കല്യാണ കേസ് പറഞ്ഞില്ലേ, അത് നടക്കില്ല. കാരണം വെച്ചാൽ ഓല് 25 പവൻ കൊടുത്തിട്ടാണ് ഇപ്പോൾ ആദ്യത്തെ മോൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 10 പവനെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുമ്പ് റെഡിയാക്കി തരാമെന്നൊക്കെ പറയുന്നു. എന്താ നമ്മളിപ്പോൾ ഇവിടെ മറുപടി പറയാം? മുതൽ കൊടുക്കാണ്ടായിരുന്നു. അത് കൊടുക്കാൻ 10ഉം 25ഒക്കെ നമുക്ക് കൊടുക്കണ്ടായിരുന്നു. ഇതിപ്പോ പറയാം ഒന്നാണോ വലുത്. പക്ഷം ഇതിൽ കണ്ടിട്ടുണ്ടാവും ഒരു വൈകിന്റെ കുട്ടിക്ക്. പറയാൻ ഞാനെങ്കിലും പറയാം. മാമാക്ക് എനിക്ക് വിളിച്ചിരുന്നു മോനാക്ക. അതിന് പറഞ്ഞിട്ട് കാര്യം പഠിച്ചോ വലിയവനാണല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ 3-ാം തീയതിക്ക് പറഞ്ഞത് നടക്കൂല. അവർക്ക് വണ്ടം തന്നെ വേണമെന്നാ പറയേണ്ടത്. എന്താ ചെയ്യാ? ചെക്കന്മാരൊക്കെ ഇപ്പൊ പണിക്കൊണ്ടല്ലോ. അപ്പൊ എന്റെ പഴയ ഉടായ്പിനും കിട്ടൂല. ഒക്കെ ഏർപ്പാടായിട്ട് നടക്കുന്ന ആൾക്കാരാ. ചെക്കന് കല്യാണം വേണ്ടോ? സുഖല്ലേ? ഞാൻ അങ്ങാടിക്കൊന്ന് ഇറങ്ങിയതായിരുന്നു. അങ്ങാടിക്ക് ഇറങ്ങിയതായിരുന്നു. എന്തൊക്കെയാ സുഖം തന്നെയല്ലേ? അങ്ങനെ പോകണ്ടേ? ലീവ് ഒട്ടുണ്ടോ? ലീവ് 2 മാസം ഉണ്ട്. തന്നെ ഡീല് കല്യാണം നോക്കണം എന്നാണ്. തന്നെ കല്യാണം ഏതായാലും ശരിയായിക്കണോ? ഇല്ല മുജികാക്ക, കഴിഞ്ഞ വരവിനും നമ്മള് കുറെ നോക്കി, അതും ശരിയായില്ല. കുറെ എന്തായാലും ഇപ്പം പറഞ്ഞോക്കണോ എന്തായാലും കല്യാണം കഴിച്ചണം, കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ. ആകെ നിങ്ങൾക്കറിയാലോ, ആകെ 2 മാസമേ ഉള്ളൂ. നമുക്കൊരു കേസുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ പിന്നെ അടുത്തൊരാളായതുകൊണ്ട് പറയാം. നമ്മളൊരു സുഹൃത്തുമാണ്. മോനാക്കാന്ന് പറയാം. അവളൊരു മകളുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ 3-ാം തീയതിക്കൊക്കെ കല്യാണം പറഞ്ഞിരുന്നു. ഇയാളെത്ത് പണ്ടത്തിനുള്ള പൈസ ആയില്ല. അപ്പോൾ അവര് പറഞ്ഞു പണ്ടല്ലാതെ നടക്കൂല, പരിപാടി നടക്കൂല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അതുകൊണ്ട് അങ്ങനെയായിട്ട് ഒഴിവാക്കി. പണ്ടത്തിൻ്റെ കാര്യമൊന്നും നമുക്കൊരു പ്രശ്നമില്ല. അതൊന്നും ഇല്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല.
പിന്നെ നമുക്കെന്താ ഇപ്പാനും ഇമ്മാനും നോക്കണം, അതേമാതിരി കുറച്ച് ദീനി ചീട്ടൊക്കെ വേണം, അത്രേ ഉള്ളൂ. അതിനൊക്കെ പറ്റേണ്ട കുട്ടിയാണ് നിങ്ങൾ പറഞ്ഞേ. ആ കുടുംബത്തിനെ പറ്റിയൊക്കെ എനിക്ക് അറിയണ്ടാണ്. അതൊക്കെ നല്ല ദീനിബോധം ഇതൊക്കെ ഉള്ള കുട്ടി തന്നെയാണ് കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. നിങ്ങൾ അങ്ങനെ ഇങ്ങനെയുള്ളതൊന്നും പറയില്ലെന്ന് എനിക്കറിയാം. നമുക്ക് ഏതായാലും പോയോക്കാം. ആ ആയിക്കോട്ടെ കേട്ടോ. ഹലോ മനോക്കല്ലേ? ആ മുജീബാണ്. പിന്നെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ? ഞാൻ വിളിച്ചപ്പോൾ എന്തിനാ അറിയോ, ഞാനിന്ന് ആ പെണ്ണിനൊരു ചെക്കനെ ഏറ്റവും അങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങളുണ്ടാവില്ലേ? ആ അതൊക്കെ ഞാൻ പറഞ്ഞോളൂ, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് വരുന്നുണ്ട് കേട്ടോ. ആ ഓക്കെ. വലൈക്കും അസ്സലാം. പിന്നെ നമ്മൾ പെണ്ണാണാൻ പോകും. അന്നും പുളിയും കാണാത്ത മാതിരി ചെയ്തിട്ടുണ്ടോ? ഇതാണ് ഇപ്പൊ നമ്മളെ പുതിയാപ്പിള. നല്ലോണം കണ്ടാളി. മുജീബ് ഏതാണ്ട് വെച്ചാ ചാടിക്കാം. ചാടിക്ക്. എന്നാ മോനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാണ് കേട്ടോ. കാണിച്ചു കൊടുത്താണ്. കുറച്ച് കേസ് കിട്ടോ? ഫോൺ കഴിക്കാൻ തന്നാ ബിസ്ക്കറ്റ് തന്നോ? ഇതും കൂടെ എൻ്റെ കേസ് കിട്ടോ? എനിക്ക് ബൈക്ക് തന്നാൽ മതി. ഓടുന്ന കാലത്ത് നമുക്ക് അതൊക്കെ നമുക്ക് വൈകുന്ന പോയി. ഞാൻ പോട്ടോ. വലൈക്കും അസ്സലാം. മോനൊക്കെ ഞാനവിടെ പെരി പോയി നിങ്ങളെ. അപ്പോൾ കുട്ടികളെ പറഞ്ഞു അങ്ങാടിക്ക് ഇറങ്ങിക്കണമെന്ന്. ഞാൻ പള്ളിക്ക് പോയത് നിസ്കാരം കഴിഞ്ഞ് കണ്ട അങ്ങനെ പെരിക്ക് പോകണേ. നമ്മൾ ഇന്നലെ കൊടുന്ന കേസുണ്ടല്ലോ, അത് ഓന് പറ്റിയിരിക്കണു കുട്ടീനെ. അപ്പോൾ നമ്മൾ 3-ാം തീയതിക്കാണ് പറഞ്ഞ് റെഡിയാക്കിയാലോ അതെ. എന്നാൽ പിന്നെ നമുക്ക് ആ പറഞ്ഞു വെച്ച 3-ാം തീയതിക്കൊക്കെ ആയും ചെയ്തു. അൽഹംദുലില്ലാ, നമ്മളെ പറഞ്ഞ 3-ാം തീയതി ആയതാ നന്നായി. പണ്ടത്തെ ഇപ്പം എനിക്കറിയാലോ, നമ്മളെ പഴയ കേസിന് ഒഴിവായതിപ്പോ നമ്മളെ കൊണ്ടൊന്നും കുട്ടിയെ കൂടായിട്ടാണല്ലോ. പണ്ടത്തിൻ്റെ ഒന്നും മോനൊക്കെ ഓനൊരു വിഷയമില്ല. അതൊക്കെ എന്താ വെച്ചാൽ ഓൻ അതിനനുസരിച്ചൊക്കെ ഓൻ ചെയ്യും കേട്ടോ. എന്നങ്ങനെ ചെയ്യാം.